Hi all, welcome back to Xylem Learning. Every Zara. ഇന്ന് വന്നിട്ടുള്ളടാ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസും കൊണ്ടാണ്. ഓക്കെ, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ +2 പൊളിറ്റിക്കൽ സയൻസിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ചാപ്റ്റേഴ്സിലും ആയിട്ടുള്ള ഷോർട്ടേജും എസ്സും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മക്കളെല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് എന്തായാലും എക്സാമിനേഷന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് കാണുക കേട്ടോ. ഓക്കെ, നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാണ്. കൂടുതൽ കഥകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോകാണ്. ബിക്കോസ് എക്സാം ടൈമാണ്. നിങ്ങളെല്ലാവരും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ കോണ്ടന്റ് വളരെ ചെറിയ സമയം കൊണ്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡിസ്ക്രൈബ് അബൌട്ട് ആൻറ്റി അറാക്ക് മൂവ്മെന്റ് ഇൻ ആന്ധ്രാപ്രദേശ്. വൈ വുഡ് യു കൺസിഡർ ദ ആൻറ്റി അറാക്ക് മൂവ്മെന്റ് ആസ് എ വിമൻസ് മൂവ്മെന്റ്? വൈ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ അല്ല, വൈ ഉള്ളത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് ആൻറ്റി അറാക്ക് മൂവ്മെന്റ് ആന്ധ്രാപ്രദേശിലുണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഈ ഒരു മൂവ്മെന്റ് വിമൻസിന്റെ എന്താ പറയുക ഒരു അപ്രൈസിങ്സ് ആയിരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആൻറ്റി അറാക്ക് മൂവ്മെന്റ് ഇവിടെ 1992 ഈ പറയുന്ന രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. എന്താ, ദുബഗുങ്ക വില്ലേജിലാണ് ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ് വാസ് പ്രൊഹിബിഷൻ ഓൺ ദ സെയിൽ ഓഫ് അറാക്ക് എന്നുള്ളതായിരുന്നു അവരുടെ സ്ലോഗൻ. അവർ മുമ്പോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെൻ ദേ കംപ്ലൈൻഡ് ദ കൺസംഷൻ ഓഫ് അറാക്ക് ബൈ വെൻ ഇൻ ദെയർ ഫാമിലീസ്. അവരുടെ ഫാമിലീസിലേക്ക് ആളുകൾ എന്താണ് ഈ പറഞ്ഞ ചാരായമൊക്കെ ഉപയോഗിക്കുന്നതിന് അവർ വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒപ്പോസ് ചെയ്തിരുന്നത്. എസ്പെഷ്യലി വുമൺസ് ആണ് ഈ പറയുന്ന മൂവ്മെൻറ്റ്സിന് എന്ത് ചെയ്തിട്ടുള്ളത്, ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ട്രെയിനിങ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഓൾസോ അഫക്റ്റഡ് ദെയർ ഫാമിലി എക്കണോമി. നമ്മളിവിടെ പറയുന്നത് ഇപ്പോൾ ആളുകളൊക്കെ, പുരുഷന്മാരൊക്കെ ജോലി ചെയ്യുന്നു, അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ചാരായമൊക്കെ ഉപയോഗിച്ച് വീട്ടിലേക്ക് വരുന്നു, മദ്യം ചാരായം പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വീട്ടിലേക്ക് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ കൈൻഡ് ഓഫ് കോൺസിക്വൻസസ് ആണ് വീട്ടിലുള്ള ആളുകൾ സഫർ ചെയ്യുന്നത് വെച്ചാൽ ഫിസിക്കൽ പ്രോബ്ലംസും മെൻ്റൽ പ്രോബ്ലംസും ഇക്കണോമിക്കൽ പ്രോബ്ലംസ് അടക്കം ആര് സഫർ ചെയ്യേണ്ടി വരുന്നു, വീട്ടിലുള്ള ആളുകൾ സഫർ ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരാളിപ്പോൾ എന്താ പറയുക, ഒരാൾ മദ്യപാനിയാണ് അല്ലെങ്കിൽ ചാരായം പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അയാൾ ഒബ്വിയസ്ലി എന്താണ്, ഒരു ബോധാവസ്ഥയിലായിരിക്കില്ല വീട്ടിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ അയാൾക്ക് കിട്ടിയ സാലറി അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന വേജസിൻ്റെ ഒരു മേജർ പോർഷനും അയാൾ എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇക്കണോമിക് പ്രോബ്ലം അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, വലിയ രീതിയിൽ ബോധത്തോടു കൂടിയല്ല വീട്ടിലേക്ക് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നു. ഫിസിക്കൽ, അതുപോലെ തന്നെ അത് ഒബ്വിയസ്ലി മെൻ്റൽ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നു. അങ്ങനെ പല കൈൻഡ് ഓഫ് പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കോൺസിക്വൻസസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ വിമൺ വെയർ ദ വിക്ടിംസ് ഓഫ് ദിസ് ഓയിൽ എഫക്റ്റ് ഓഫ് ആൽക്കഹോൾ. For women in Nellore came together to protest against the sale of Arak. This movement slowly spread all over the states. The movement also touched upon their issues and that affected women's life. It provided the platform to discuss private issues of domestic violence like dowry, sexual violence, etc. ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, പിന്നീട് വളരെ ക്വിക്കായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, മറ്റ് ഏരിയാസിലേക്ക് കൂടി, ആ സ്റ്റേറ്റിൽ ആന്ധ്രാപ്രദേശിൽ തന്നെ ബാക്കി ഏരിയാസിലും കൂടി എന്ത് ചെയ്യുന്നു, ഈ ഒരു മൂവ്മെൻറ്റിന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു, പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്നു. ദെൻ ഈ ഒരു മൂവ്മെൻറ്റിലൂടെ വിമൻ സഫർ ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്, വിമൻസിന് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഡൊമസ്റ്റിക് വയലൻസ്, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡൗറി സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടും സെക്ഷൽ വയലൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ വോയിസ് റൈസ് ചെയ്യാൻ വിമൻസിന് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ്, ഈ ആന്ധ്രാപ്രദേശിൽ നടന്നിട്ടുള്ള ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ് ലീഡർഷിപ്പ് കൊടുത്താലാണ് വിമൻസ് ആണ്. ഇതൊരു വുമൺ മൂവ്മെന്റ് ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്ത്രീകളാണ് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. സ്ത്രീകളുടെ ഭാഗത്തുനിന്നായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു എന്താ പറഞ്ഞ ആൻറ്റി അറാക്ക് മൂവ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ റീസൺ വിച്ച് ലെഡ് ടു ദ ചിപ്കോ മൂവ്മെന്റ് ഇൻ UP ഇൻ ദ ഏർലി 1970s. എന്തുകൊണ്ടാണ് ചിപ്കോ മൂവ്മെന്റ് 1970s ചിപ്കോ മൂവ്മെന്റ് ഉണ്ടാവാനുള്ള റീസൺസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഉത്തരാഖണ്ഡ് റീജിയനിലായിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റിഫ്യൂസ് ടു പെർമിഷൻ ടു ദ വില്ലേജസ് ടു ഫാൾ ആഷ് ട്രീസ് ഫോർ മേക്കിംഗ് അഗ്രികൾച്ചർ ടൂൾസ്. ഹൗവെവർ ദേ അലൗഡ് ടു സെയിം ലാൻഡ് to sport manufacturers for commercial uses. The villages raised the issues of ecological and economic exploitation of the region. They demanded the local communities should have effective control over the natural resources like land, water, forest. The movement is also took up economic issues of landless forest workers and asked guarantees of minimum wages. Women also started agitation against the habit of alcoholism. Finally, the government banned falling of trees in ഹിമാലയൻ റീജിയൻസ് ഓഫ് ദ ഫോർ 15 years. ഇവിടെ നമ്മൾ പറയുന്നത് ചിപ്കോ മൂവ്മെൻറ്റ്, ഉത്തരാഖണ്ഡിൽ ഈ പറഞ്ഞ ചിപ്കോ മൂവ്മെൻറ്റ്, അതായത് അവിടുത്തെ റീജിയണൽ ആയിട്ടുള്ള പീപ്പിൾസ് അല്ലെങ്കിൽ അവിടുത്തെ നേറ്റീവ്സ് ട്രീസൊക്കെ കട്ട് ചെയ്യുന്നതും അവർ ആഷസിന് വേണ്ടി ട്രീസൊക്കെ യൂസ് ചെയ്യുന്നതും അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യുന്നു, ബാൻ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഗവൺമെൻറ്
ദേ വാണ്ട് ടു എന്താ പറയുക കട്ട് ദ ട്രീസ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ്. ഇപ്പോൾ സ്പോർട്സ് മാനുഫാക്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ഗവൺമെൻറ് ഇതിന് ആവശ്യത്തിന് ട്രീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ അലോ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ നേറ്റീവ്സിനെ അത് യൂസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഒരു ലാർജ് ഡിഫോറസ്റ്റേഷനും അവിടെ നിന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇക്കോളജിക്കൽ ആൻഡ് ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ എന്താ പറയുക റീജിയൻ. ആ ഒരു റീജിയനിലുള്ള അവിടുത്തെ പാരിസ്ഥിതികമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുമുള്ള ചൂഷണത്തിനെതിരെയാണ് അവിടുത്തെ ആളുകൾ എന്ത് ചെയ്യുന്നത് വോയിസ് റൈസ് ചെയ്യുന്നത്. അതുകൂടാതെ ഇപ്പോൾ ലാൻഡ് ആണെങ്കിലും വാട്ടർ ആണെങ്കിലും ഫോറസ്റ്റ് ആണെങ്കിലും ഒക്കെ കൺട്രോൾ ആർക്ക് കൊടുക്കണം, നേറ്റീവ്സിന് കൊടുക്കണം. അപ്പം മാത്രമേ അത് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുള്ളൂ പ്രൊട്ടക്ട് ചെയ്യപ്പെടുള്ളൂ എന്ന് ആര് പറയുന്നു? അവിടുത്തെ നേറ്റീവ്സ് പറയുന്നു. അങ്ങനെ അവരുടെ ഭാഗത്താണ് എന്തുണ്ടാവുന്നത് ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു 15 ഇയേഴ്സിലേക്ക് അവിടുന്ന് ട്രീസ് കട്ട് ചെയ്യുന്നത് ബാൻ ചെയ്യുന്നു. ഓക്കെ, ഒബ്വിയസ്ലി ഇതിൻ്റെ ഭാഗമായിട്ട് എന്തും സംഭവിച്ചിട്ടുണ്ട്. ആൽക്കഹോളിസത്തിന് അഗെയിൻസ്റ്റ് വിമൻസിൻ്റെ മൂവ്മെൻറ്റും ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടാം. വൈ ഡിഡ് ദ നർമ്മദ ബച്ചാവോ ആന്തോളൻ ഓപ്പോസ് ദ ഡാം പ്രോജക്ട്സ് ഇൻ ദ നർമ്മദ വാലി എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാം നമ്മുടെ ഈ പറയുന്ന മൂവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സിലുള്ള ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നർമ്മദ ബച്ചാവോ ആന്തോളൻ വാസ് എ മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് എ നമ്പർ ഓഫ് ലാർജ് ഡാം പ്രോജക്ട്സ് അക്രോസ് ദ നർമ്മദ റിവർ. Among this, most important were Sardar Sarovar project in Gujarat and the Narmada Sagar project in Madhya Pradesh. Sardar Sarovar project is the multi-purpose mega scale dam in terms of availability of drinking water, irrigation, generation of electricity and increase in the agricultural production. However, in the process of construction of the dam, about 245 villages were expected to get submerged. It also required a relocation around 250,000 people from these villages. The movement demanded proper rehabilitation for all these people. This movement insisted that local communities must have say in the decision making process along with the effective control over natural resources like water, land, forest. The movement argued that largest social cost of the development projects such as the forced settlement people, loss of the means of livelihood and culture, depletion of ecological resources etc. must be calculated in the cost of benefits analysis. ഇവിടെ നമ്മൾ പറയുന്നത് ഈ പറയുന്ന നർമ്മദ ബച്ചാവോ ആന്തോളൻ ഇവിടെ ഡാം പ്രോജക്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അതായത് ലാർജ് എന്താ പറയുക നർമ്മദ റിവറിലുള്ള പ്രധാനമായിട്ടും സർദാർ സരോവർ പ്രോജക്റ്റും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന നർമ്മദ സാഗർ പ്രോജക്റ്റും, ഇത് രണ്ടും ഹ്യൂജ് പ്രോജക്റ്റാണ്. ഏറ്റവും നമ്പർ ഓഫ് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്ന ഇറിഗേഷൻ ആണെങ്കിലും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന വാട്ടർ സപ്ലൈ ആണെങ്കിലൊക്കെ വലിയ രീതിയിൽ പോസിബിൾ ആവുന്ന ഒരു കിടിലൻ പ്രോജക്ട്സ് തന്നെയാണ്. പക്ഷേ ഇത് അവിടെ താമസിക്കുന്ന അവിടുത്തെ ഇൻഹാബിറ്റൻസിനെ റീലൊക്കേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക ഒരു പ്രോജക്റ്റ് വരാം. അപ്പോൾ ഒബ്വിയസ്ലി അവരെ റീലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 245 വില്ലേജ് ഇത് അഫക്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് വലിയൊരു എമൗണ്ട് ഓഫ് പീപ്പിൾ അല്ലേ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. എത്രയാടാ 250,000 പീപ്പിൾസ് അല്ലേ? യെസ്, 250,000 പീപ്പിൾസിന് ഇത് അഫക്റ്റ് ചെയ്യും എന്ന് പറയും. പീപ്പിളിനെ അഫക്റ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി വലിയൊരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് പീപ്പിളിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു നമ്മൾ ഈ പറയുന്ന ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കോസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന അവിടുത്തെ ആളുകളെ എന്താ റീലൊക്കേറ്റ് ചെയ്യാൻ മാത്രമല്ല അവർ ഫോളോ ചെയ്തിരുന്ന ലൈവ്ലിഹുഡ് ഉണ്ട്, അവരുടെ എന്താ പറയുക നാച്ചുറലായിട്ട് അവർക്ക് കിട്ടിയിരുന്ന കുറേയധികം റൈറ്റ്സ്, ട്രഡീഷണൽ റൈറ്റ്സ് ഉണ്ട്, അവരുടേതായിട്ടുള്ള കൾച്ചർ ഉണ്ട്, എക്കോളജിക്കൽ റിസോഴ്സസ് ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നശിപ്പിക്കപ്പെടും അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ പറയുന്ന ബെനിഫിറ്റ് കോസ്റ്റിലേക്ക് എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം എന്നാണ് ആര് പറയുന്നത്? ഈ പറയുന്ന ഡിമാൻഡ് അല്ലെങ്കിൽ നർമ്മദ ബച്ചാവോ ആന്തോളനിൽ മുമ്പോട്ട് വെക്കുന്ന ഡിമാൻഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള എന്ത് ചെയ്യണം? അവർ റീലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടും എന്ത് കിട്ടണം? അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ഡിമാൻഡ് അംഗീകരിക്കണം എന്നുള്ളതാണ് അവർ മുമ്പോട്ട് വെക്കുന്ന ആവശ്യം. Then explain the Right to Information Act. എന്താണ് RTI, Right to Information Act? എന്താണ് വിവരാവകാശ നിയമം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The movement of Right to Information started the Masoor Kisan Shakti Sanghadan in Rajasthan in 1990. They demanded the records of famine relief work and accounts of labours. The demand was first raised in Bhim Tehsil in a very backward region of Rajasthan. The villagers asserted their right to information by asking for copies of bills and vouchers and names of persons on the
muster roles who have been paid wages on the construction of schools, dispensaries, small dams and community centers. In 1996, MKSS or Mazdoor Kisan Shakti Sanghadan formed a national council for people's rights to information in Delhi to raise Right to Information Act at the status of a national campaign. This led to Right to Information Act in 2005. ഇവിടെ നമ്മൾ പറയുന്നത് രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ലീഡർഷിപ്പിലാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ് 1990 എന്ത് ചെയ്ത് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഫാമിൻ ടൈമിൽ ഗവൺമെൻറ് എങ്ങനെയാണ് അവരുടെ ഫണ്ട് യൂസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സ് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന വൗച്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ കോപ്പീസും ഒക്കെ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു അവരുടെ ഡിമാൻഡ്, നമ്മുടെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതന ഡിമാൻഡ്. അതിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ തന്നെ നാഷണൽ കൗൺസിൽ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, ഡൽഹിയിൽ അവർ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ വലിയൊരു റൈസിങ്സിൻ്റെ ഭാഗമായിട്ടാണ് 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വരുന്നത്, വിവരാവകാശ നിയമം വരുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു കാര്യത്തെക്കുറിച്ചും ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന സർവീസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചുമുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ, എത്രത്തോളം ഫണ്ട് എന്തിനൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കൃത്യമായിട്ട് അറിയാനുള്ള അവകാശം ഇറ്റ്സ് ആൻഡ് എവരി ഇൻഡിവിജ്വൽസിന് കിട്ടുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലൂടെയാണ്. അത് 2005 ചെയ്തിട്ടുള്ളത്, നിലവിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് എടാ essay question പോകുമ്പോൾ ഡിസ്ക്രൈബ് any 4 major developments in the Indian politics since 1989. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ since 1989 Indian politics has been significant development leading to the consensus among various political parties. This consensus included agreement on new economic policies. Despite some opposition, most political parties support these policies, believing they will enhance the country's prosperity and elevate its status and economic power globally. ഇവിടെ നമ്മൾ പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ന്യൂ ഇക്കണോമിക് പോളിസി അഗ്രിമെൻറ്റ് തന്നെയാണ്. ഫസ്റ്റും പല പൊളിറ്റിക്കൽ പാർട്ടീസും എന്ത് ചെയ്തു, ഇതിന് ഓപ്പോസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗ്രാജുവലി ന്യൂ ഇക്കണോമിക് പോളിസി അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പുത്തൻ സാമ്പത്തിക നയത്തെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ രാജ്യത്തിൻ്റെ വികസനവും രാജ്യത്തിൻ്റെ സാമ്പത്തിക എന്താ പറയുക ഭദ്രതയ്ക്കൊക്കെ ന്യൂ ഇക്കണോമിക് പോളിസി വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ആക്സെപ്റ്റൻസ് ഓഫ് ബാക്ക്വേർഡ് കാസ്റ്റ് ക്ലൈംസ് ആണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് നൗ റിക്കഗ്നൈസ് ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഓഫ് ബാക്ക്വേർഡ് കാസ്റ്റസ്. കോൺസിക്വൻ്റ്ലി ദേ സപ്പോർട്ട് റിസർവേഷൻ ഫോർ ദീസ് ഗ്രൂപ്പ്സ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, എൻഷുറിംഗ് ദേ റിസീവ് ഫെയർ ഷെയർ ഓഫ് പവർ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ വരുന്നത് ബാക്ക്വേർഡ് കാസ്റ്റസിനെ എന്ത് ചെയ്യാൻ പറ്റുന്നു, അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കുന്നു, അക്സെപ്റ്റൻസ് കൊടുക്കുന്നു, അവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവർക്ക് റിസർവേഷൻ കൊടുക്കുന്നു, എഡ്യൂക്കേഷൻ എംപ്ലോയ്മെൻറ്റിലേക്ക് റിസർവേഷൻ കൊടുത്തുകൊണ്ട് അവർക്കും എന്താണ് ഒരു ഈക്വൽ എന്താ പറയുക പവർ എൻഷോർ ചെയ്യാണ്, അല്ലെങ്കിൽ പവർ ഷെയറിങ്ങിൽ അവർക്കൊരു ഫെയർ ആയിട്ടുള്ള എന്താണ് പറയുക ഒരു ഓപ്പർച്യൂണിറ്റീസ് എൻഷോർ ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് കാണാൻ പറ്റുന്നത് റോൾ ഓഫ് സ്റ്റേറ്റ് ലെവൽ പാർട്ടീസ് ആണ്. ദ ലൈൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് നാഷണൽ പാർട്ടീസ് ആർ ബ്ലറിംഗ്. ദ സ്റ്റേറ്റ് ലെവൽ പാർട്ടീസ് ഹാവ് ഗെയിൻഡ് significant influence in the national governance, playing a crucial role in shaping politics over the past 2 decades. അതുകൂടാതെ ഈ പറഞ്ഞ സ്റ്റേറ്റ് ലെവൽ പാർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ തന്നെ നാഷണൽ ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്, വഹിക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ഈ പറയുന്ന കോalition പോലുള്ള ഗവൺമെൻറ്റുകളൊക്കെ വന്നതിന് ശേഷം സ്റ്റേറ്റ് ലെവൽ പാർട്ടീസിന് മോർ ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. അതിലൂടെ ഒരു രാജ്യത്തിൻ്റെ വലിയ രീതിയിലുള്ള എന്താണ് ഒരു സ്റ്റേറ്റിനെ പെട്ടെന്ന് പിരിച്ചുവിടാൻ പറ്റുന്നില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ പറ്റുന്നില്ല. ബിക്കോസ് ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ അലയൻസ് എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ മാറുന്നു. ദെൻ ഫോക്കസ് on programming pragmatics over ideology. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ coalition politics has shifted the emphasis from ideological differences to practical power sharing arrangement. These developments mark the transformative period in Indian politics, moving towards more competitive landscape while maintaining a degree of consensus among major political actors. ഇവിടെ നമ്മൾ പറയുന്നത് കോalition ഗവൺമെൻറ് ഇതൊരു പൊളിറ്റിക്കൽ ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജിയുള്ള പാർട്ടീസ് തന്നെയാണ് കോalition ഗവൺമെൻറ് ഫോം ചെയ്യുന്നതെങ്കിലും അവർ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് പവർ ഷെയറിങ് അറേഞ്ച്മെൻറ്റിലെ പോസിബിലിറ്റി അവർ എന്ത് ചെയ്യുന്നു, റിയലൈസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ പാർട്ടായിട്ട് നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർ തിരിച്ചറിയുന്നു. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് ആണെങ്കിൽ പൊളിറ്റിക്കൽ ഐഡിയോളജി മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് മാത്രം ഫോക്കസ് ചെയ്യാതെ കൃത്യമായിട്ടൊരു സ്റ്റേബിൾ ആയിട്ടുള്ള കോalition ഗവൺമെൻറ് ആണെങ്കിൽ പൊളിറ്റിക്കൽ അറേഞ്ച്മെൻറ്റും പവർ ഷെയറിങ്ങിലും കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, ഫോക്കസ് ചെയ്യണമെന്ന് പൊളിറ്റിക്കൽ പാർട്ടീസ് റിയലൈസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. Next question. Coalition government helps in consensus building. Do you agree with the statement? Give arguments support of your answers. Coalition government helps consensus building. I agree with this statement for several reasons.
First one is shift in focus. Coalition politics has moved the emphasis from ideological differences to power sharing arrangement. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് വരുന്നത്. അതായത് ഐഡിയോളജിക്കൽ ഡിഫറൻസസിനും എന്തിലേക്ക് വരുന്നു, പവർ ഷെയറിംഗ് അറേഞ്ച്മെന്റിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ആര് കൊടുക്കുന്നു, കോalition ഗവൺമെന്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ദെൻ സപ്പോർട്ട് ഫോർ ഇക്കണോമിക് പോളിസീസ്. മോസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് നൗ എഗ്രി ഓൺ ന്യൂ ഇക്കണോമിക് പോളിസീസ് എയിംഡ് അറ്റ് അച്ചീവിംഗ് നാഷണൽ പ്രോസ്പെരിറ്റി ആൻഡ് എൻഹാൻസിംഗ് ഇന്ത്യാസ് ഗ്ലോബൽ ഇക്കണോമിക് സ്റ്റാറ്റസ്. അതുകൂടാതെ പുതിയ എന്താ പറയുക, പുത്തൻ സാമ്പത്തിക നയത്തിൽ അല്ലെങ്കിൽ ന്യൂ ഇക്കണോമിക് പോളിസിയെ മോസ്റ്റ് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നു. ബിക്കോസ് ഒരു രാജ്യത്തിൻ്റെ പ്രോസ്പെരിറ്റിയും ഇക്കണോമിക് പ്രോഗ്രസ്സും ഗ്ലോബൽ ലെവലിൽ ഒരു നേഷൻ ഉണ്ടാവുന്ന സ്റ്റാറ്റസും എൻഹാൻസ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ന്യൂ ഇക്കണോമിക് പോളിസിയെ സപ്പോർട്ട് ചെയ്യുന്നു. ദെൻ റിക്കഗ്നേഷൻ ഓഫ് ബാക്ക്വേർഡ് ക്ലാസ്സസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കേട്ടോ. അതായത് നേരത്തെ പറഞ്ഞ ആൻസേഴ്സ് തന്നെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസിൽ വരുന്ന ഡിഫറൻസസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ദർ ഇസ് എ കൺസെൻസസ് ഓൺ ദ നീഡ്സ് ടു സപ്പോർട്ട് ദ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, റിയലൈസ് ചെയ്യുന്നു, റിക്കഗ്നൈസ് ചെയ്യുന്നു. Then inclusion of regional parties. The role of state level parties has been acknowledged, allowing for broader representation in governance. അതുകൂടാതെ റീജിയണൽ പാർട്ടീസിൻ്റെ ആളുകളും എന്ത് ചെയ്യുന്നു, സെൻട്രൽ ഗവൺമെൻറ്റിലടക്കം അല്ലെങ്കിൽ നാഷണൽ ഗവൺമെൻറ്റിലടക്കം അവരുടെ റെപ്രസെൻറ്റേഷൻ എൻഷുർ ചെയ്യുന്നു. Then pragmatic alliances. Even when parties disagree on certain ideologies, such as the NDA's differing views on the BJP's Hindutva, they have still formed effective coalition. ഇവിടെ നമ്മൾ പറയുന്ന NDAയിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയോളജി, ഇപ്പോൾ ഈ BJP അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തായാലും ഒപ്പീനിയൻ ആയിരിക്കണം, ചിലപ്പോൾ ഒപ്പോസ് ചെയ്യാം. പക്ഷേ എന്നാലും കൃത്യമായിട്ട് അവരെന്ത് ചെയ്യുന്നു, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോalition ഫോം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദി ഇമ്പാക്ട് ഓഫ് കോalition ഗവൺമെൻറ് ഓൺ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ കോalition ഗവൺമെൻറ് ഇമ്പാക്റ്റ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ the coalition government has led to the significant political instability in India. Coalition ministers tend to be large as they must accommodate in the interest of various partners. There has been increased tension between central and states. Then during this era, relation between coalition ministries and their respective governors have been became strained നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ കുറച്ചും കൂടെ എന്തുണ്ട്, ടെൻസ്ഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ ഇതിൽ അതായത് സ്റ്റേറ്റിൻ്റെ ഡിമാൻഡ്സ് കൂടി അക്സെപ്റ്റ് ചെയ്യേണ്ട രീതിയിലേക്ക് സെൻറ്റർ മാറുന്നു. ബിക്കോസ് ദ ഓൾസോ പാർട്ട് ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നാമാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വേൾഡ് വാർ രണ്ട് രീതിയിലേക്കാണ് USSR അല്ലേ, ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് പവറും അതുപോലെ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ബ്ലോക്ക്, ഇങ്ങനെ രണ്ട് ബ്ലോക്കുകളായിട്ടാണ് വേൾഡ് എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. ഈ സമയത്ത് ന്യൂലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നേഷൻസ്, ആഫ്രിക്കയിലും ഏഷ്യയിലും ന്യൂലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലാറ്റിൻ അമേരിക്കയിലേക്കുള്ള നേഷൻസിന് ദേ വാണ്ട് ടു ദെയർ ഓൺ പ്ലാറ്റ്ഫോം എന്ന രീതിയിലേക്ക്, ദേ വാണ്ട് ടു ഫോം ദെയർ ഓൺ പ്ലാറ്റ്ഫോം എന്ന രീതിയിലേക്ക് വരാണ്. ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു ജോയിൻ എനി ദീസ് ടു ബ്ലോക്സ്. അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, USAID അല്ലെങ്കിൽ USSRൻ്റെ ഭാഗമാവാൻ താല്പര്യമില്ല. അങ്ങനെയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്, നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ദ ലീഡേഴ്സ് നെയിംലി ജോസഫ് ബ്രോസ് ടിറ്റോ യുഗോസ്ലവിയ, ജവഹർലാൽ നെഹ്റു ഇന്ത്യ, ഖമാൽ അബ്ദുൽ നാസർ ഈജിപ്ത്, സുകർണോ ഇന്തോനേഷ്യ, ഖ്വാനെ ഖ്രൂമ ഖാൻ, ഇവരൊക്കെയാണ് മേജർ ആയിട്ടുള്ള 5 ഫൗണ്ടേഴ്സ് ഓഫ് നാം എന്ന് നമുക്ക് അറിയപ്പെടുന്നത്. അതുപോലെ നമ്മളിവിടെ പറയുന്നുണ്ട് 1961 ബെൽഗ്രേഡിൽ വെച്ചാണ് ഇതിൻ്റെ ഫസ്റ്റ് സമ്മിറ്റ് നടക്കുന്നത്. 25 മെമ്പർ സ്റ്റേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഐസൊലേഷൻ എന്താ പറയുക, നോൺ അലൈൻഡ് അലയൻസ് ഡസ് നോട്ട് മീൻ ഐസൊലേഷനിസം ബിക്കോസ് ദ നോൺ അലൈൻഡ് കൺട്രീസ് പ്ലേഡ് എ ആക്റ്റീവ് റോൾ in mediating between the two rival alliance in the cause of peace and stability. ഇവിടെ നമ്മൾ പറയുന്നത് ഒളിച്ചോടുക അല്ലെങ്കിൽ മാറി നിൽക്കുക അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുക എന്നുള്ളതല്ല നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ലോകം നേരിടുന്ന പ്രശ്നങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കുക എന്ന് തന്നെയാണ്. കാരണം ഈ 2 പവർ ബ്ലോക്സ് തമ്മിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും മീഡിയേറ്റേഴ്സ് ആയിട്ട് ആരും നിൽക്കുന്നുണ്ട്, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഈ പറയുന്ന non-alignment does not mean neutrality because non-aligned states including India were actually involved in wars in various reasons. They also worked to prevent and end the wars between others. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ന്യൂട്രലായിട്ട് നിൽക്കുക എന്നുള്ളതല്ല നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റോട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ഇവർ കൃത്യമായിട്ടും സജീവമായിട്ടും ഇവരുടെ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. The next question, why did the superpowers have military alliance with the smaller countries?
3 റീസൺസ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്നത് സ്മോളർ കൺട്രീസ് കുഡ് ഹെൽപ്പ് ദ സൂപ്പർ പവേഴ്സ് ബൈ ഗിവിംഗ് ദം ഓയിൽ ആൻഡ് the minerals. Then they also give the superpowers places, deploy their weapons and establish their military camps. In many cases, smaller countries were also giving military expenses to the superpowers for keeping their army in their territories. The smaller nations also would be ideologically related to the superpowers and they expected smaller powers have to loyalty towards them. അവിടെ നമ്മൾ പറയുന്നത് അവർക്ക് ആവശ്യത്തിനുള്ള മിനറൽസ് ആണെങ്കിലും ഓയിൽസ് ആണെങ്കിലും അല്ലെങ്കിൽ മിലിറ്ററി ക്യാമ്പുകളാണെങ്കിലും അവരുടെ വെപ്പൺസ് പരീക്ഷിക്കാനുള്ള സ്ഥലങ്ങളാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ ഈ പറയുന്ന എന്താ പറയുക അവരുടെ പവേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക, അവരുടെ ഐഡിയോളജിയെ റെസ്പെക്ട് ചെയ്യുക, ഇതൊക്കെയാണ് അവർ ഈ സ്മോളർ നേഷൻസ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ സൂപ്പർ പവേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ആൻഡ് USSR റിലേഷനാണ് അവിടെ നമുക്ക് ചോദിക്കുന്നത്. ഈവൻ ഡ്യൂറിംഗ് ദ കോൾഡ് വാർ പീരീഡ് ബോത്ത് കൺട്രീസ് മെയിൻറ്റൈൻഡ് ഗുഡ് റിലേഷൻ ബിറ്റ്വീൻ ഇവിടെ നമ്മൾ പറയുന്നത് ഇക്കണോമിക്കൽ നോക്കുകയാണെങ്കിൽ സോവിയറ്റ് യൂണിയൻ അസിസ്റ്റഡ് ഇന്ത്യസ് പബ്ലിക് സെക്ടർ കമ്പനീസ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിലായിലാണെങ്കിലും ബൊഖാറയിലാണെങ്കിലും വിശാഖപട്ടണത്തിലാണെങ്കിലൊക്കെ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റീൽ പ്ലാന്റ്സിലൊക്കെ ഇന്ത്യക്ക് വലിയ രീതിയിൽ ഇക്കണോമിക്കലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക പവറാണ് USSR നമുക്ക് കാണാൻ പറ്റും. ദെൻ പൊളിറ്റിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സോവിയറ്റ് യൂണിയൻ സപ്പോർട്ടഡ് ഇന്ത്യസ് പൊസിഷൻ ഓൺ ദ കാശ്മീർ ഇഷ്യൂസ് in the UN. It also supported India during the major conflict, especially during the war with Pakistan in 1971. ഇന്ത്യയെ എന്ത് ചെയ്തിട്ടുണ്ട് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർ ടൈമിലൊക്കെ ഇന്ത്യയെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പവറും കൂടിയാണ് USSR നമുക്ക് കാണാൻ പറ്റും. ദെൻ മിലിറ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യ റിസീവ്ഡ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് മിലിറ്ററി ഹാർഡ്വെയർസ് ഫ്രം സോവിയറ്റ് യൂണിയൻ ആണ് നമുക്ക് കാണാൻ പറ്റും. ദെൻ കൾച്ചർ നോക്കുകയാണെങ്കിൽ ഹിന്ദി ഫിലിംസ് ആൻഡ് ഇന്ത്യൻ കൾച്ചർ വെയർ പോപ്പുലർ ഇൻ ദ സോവിയറ്റ് യൂണിയൻ. എ ലാർജ് നമ്പർ ഓഫ് ഇന്ത്യൻ റൈറ്റേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് വിസിറ്റഡ് USSR. അപ്പോൾ എല്ലാ രീതിയിലും ഈ പറയുന്ന ഇക്കണോമിക്കലി ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും മിലിറ്ററി ആണെങ്കിലും കൾച്ചറലി ആണെങ്കിലും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നേഷൻ തന്നെയാണ് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR. എന്താ പറയുക പവർ തന്നെയാണ് USSR നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ഇടാ. അപ്പോൾ എന്തായാലും വിതിൻ 20 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. എന്തായാലും 22 മിനിറ്റ്സിലേക്ക് നമ്മൾ ഇതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മക്കൾ എല്ലാവരും കാണുക, ഇത് യൂസ്ഫുൾ തന്നെയായിരിക്കും മക്കൾക്ക്. ബിക്കോസ് ലെങ്തി ആണെന്ന് വിചാരിച്ചാൽ നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 20 മിനിറ്റ്സ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ 22 മിനിറ്റ്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ സെഷനോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.